ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയെ അറിയാൻ ഇനി വെറും 2 ആഴ്ചകൾ മാത്രം. 20-ലേറെ മത്സരാർത്ഥികൾ വന്ന സീസണിൽ 13-ാം വാരത്തിൽ അവശേഷിക്കുന്നത് വെറും 8 പേർ മാത്രം. 3 പേർ കൂടി പോയാൽ ഫൈനൽ 5 ആയി. ഫിനാലെ വീക്ക് അടുക്കുമ്പോൾ സാധാരണ ഹൗസ് ശാന്തമാവാറാണ് പതിവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്തവണ. ഈ സീസണിൽ ഏറ്റവും അധികം അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമൊക്കെ നടന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു മത്സരാർത്ഥിയിൽ നിന്നുണ്ടായ പെരുമാറ്റത്തിന് ബിഗ് ബോസ് നൽകിയ ശിക്ഷ മോഹൻലാൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രഖ്യാപിച്ചു. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഒരേ സമയം 3 ക്യാപ്റ്റന്മാർ വന്ന ആഴ്ചയായിരുന്നു 12-ാം വാരമായ കഴിഞ്ഞ ആഴ്ച. നെവിൻ, അക്ബർ, ആര്യൻ എന്നിവരായിരുന്നു ക്യാപ്റ്റന്മാർ. എന്നാൽ ഹൗസിനെ സംബന്ധിച്ച് ഈ സീസണിലെ ഏറ്റവും മോശം ആഴ്ച കൂടിയാണ് കടന്നുപോയത്. ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ക്യാപ്റ്റന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. 3 ക്യാപ്റ്റന്മാരും ചേർന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കിച്ചൺ ടീം. കിച്ചൺ ടീമും മറ്റ് അംഗങ്ങളും തമ്മിൽ നിരവധി തർക്കങ്ങളും ഉണ്ടായി. നെവിനുമായി നടന്ന ഇത്തരത്തിലൊരു തർക്കം മൂർച്ഛിക്കുന്നതിനിടെയാണ് ഷാനവാസ് കുഴഞ്ഞു വീണതും 3 ദിവസം ആരോഗ്യ കാരണങ്ങളാൽ ഹൗസിന് പുറത്ത് കഴിയേണ്ടി വന്നതും. നെവിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഈ പ്രവൃത്തിക്കുള്ള ശിക്ഷയാണ് മോഹൻലാൽ ഇന്ന് പ്രഖ്യാപിച്ചത്. മണി വീക്ക് ഉണ്ടാവുന്ന പക്ഷം നെവിന് മണി ബോക്സ് എടുക്കാനാവില്ല എന്നതാണ് പ്രഖ്യാപിച്ചിരുന്ന ശിക്ഷ. നല്ല തുക ലഭിച്ചാൽ അത് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന മത്സരാർത്ഥി ആയിരുന്നു നെവിൻ. എന്നാൽ നെവിന് ഇനി അത് എടുക്കാൻ സാധിക്കില്ല. മണി ബോക്സിനെ കുറിച്ച് ആദില അടക്കമുള്ളവർ നേരത്തെ ഹൗസിൽ സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഏറ്റവും അവസാനമാണ് മോഹൻലാൽ നെവിനോടും അതേക്കുറിച്ച് ചോദിച്ചത്. വലിയ തുക ലഭിച്ചാൽ താൻ അത് എടുത്തേക്കാമെന്ന് നെവിൻ പറഞ്ഞപ്പോഴാണ് നെവിനുള്ള ശിക്ഷയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത്. ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നെവിന് തിരിച്ചടിയാണ് ഈ ശിക്ഷാ നടപടി.